പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി സ്റ്റേക്ക് പിന്നാലെ പ്രതികളായ 4 CPM നേതാക്കളും പുറത്തിറങ്ങുകയുണ്ടായി. ഇവരുടെ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. അതേ തുടർന്ന് ജാമ്യവും അനുവദിക്കുകയായിരുന്നു. എന്തായാലും പുറത്തിറങ്ങിയ ഇവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് അപ്പുറത്ത് പാർട്ടി വലിയ സ്വീകരണം ഒരുക്കിയ കാഴ്ചയുണ്ടായിരുന്നു. അത് തത്സമയം ജനം TV പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. MV ജയരാജൻ, P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇവരെ സ്വീകരിക്കാനായി എത്തിയിരുന്നതുമാണ്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല, ഈ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട CPM എന്ന പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണവേ CPM സംസ്ഥാന സെക്രട്ടറി വീണ്ടും പറഞ്ഞത്. തീർച്ചയായും മനു, നമുക്കറിയാം ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസും സമയത്ത് തന്നെ ഈ സംഭവത്തെ പാർട്ടി തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ നമുക്കറിയാം ഏത് കൊലപാതകം നടന്നു കഴിഞ്ഞാലും പരസ്യമായി അതിനെ തള്ളി പറയുകയും രഹസ്യമായി പ്രതികളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം തുടക്കം തൊട്ട് തന്നെ CPM-നെതിരെയുള്ളതാണ്. ആ ഒരു സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ അത് പരസ്യമാകുന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെ കാഴ്ചകൾ. കാരണം ഇന്നിപ്പോൾ കണ്ടത് ഈ പ്രതികളെ ഒക്കെ തന്നെ രക്തഹാരം അണിയിച്ച് മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് വീരപരിവേഷം നൽകിക്കൊണ്ട് സ്വീകരിച്ചാനയിക്കുന്ന CPM നയം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ പ്രതികളെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയത് CPM-ന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരാണ്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും തൊട്ടു പിന്നാലെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങളായ P ജയരാജനും അതുപോലെ തന്നെ KP സതീഷ് ചന്ദ്രനും. മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ നിരവധി പ്രാദേശിക നേതാക്കളും ഈ പ്രതികളെ സ്വീകരിക്കാനായി ഈ സെൻട്രൽ ജയിലിന് മുന്നിലെത്തിയിരുന്നു. ഒരു രക്തഹാരം അണിയിച്ചുകൊണ്ട് ഈ പ്രതികളെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു ചടങ്ങ്, അത് ഈ പ്രതികൾക്ക് വീരപരിവേഷം നൽകുന്നതിന്റെ നേർ സൂചന തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ഈ പ്രതികളിൽ ഒരാളായ KV കുഞ്ഞിരാമൻ പറഞ്ഞത് തങ്ങൾ CPM-കാരായതുകൊണ്ട് മാത്രമാണ് ഇതിൽ കുടുക്കപ്പെട്ടത്, തങ്ങൾ നിരപരാധികളാണ് എന്ന പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട P ജയരാജൻ ഈ അന്വേഷണ ഏജൻസിയെ കുറ്റം പറയുകയാണ് ഉണ്ടായത്. കാരണം സാധാരണഗതിയിൽ CPM പ്രവർത്തകരോ നേതാക്കളോ പ്രതികളാവുന്ന കേസുകളിൽ ആ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടങ്ങളിൽ എപ്പോഴും CPM സ്വീകരിക്കുന്ന ഒരു നയമുണ്ട്. അത് ഈ അന്വേഷണ ഏജൻസിയെ കുറ്റം പറയുക എന്നുള്ളതാണ്. ആ നയം ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തുടർന്ന് ഈ രക്തഹാരം അണിയിച്ച CPM നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച് ആനയിച്ച് ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോയ പ്രതികളെ വാഹന വ്യൂഹത്തോടു കൂടിയാണ് ആ കാസർഗോഡ് ജില്ലയിലേക്ക് ഇവർ കൊണ്ടുപോവുകയും ചെയ്തത്. അനു, ആ നയം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും പറഞ്ഞത്. മിഥുൻ, ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പേർ പുറത്തിറങ്ങി, അങ്ങനെയെങ്കിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അത്ര എളുപ്പത്തിൽ CPM-ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ? കാരണം ബാക്കി മറ്റുള്ളവർ ഈ കൊലക്കേസിൽ പ്രതികളായ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും 10 പ്രതികൾ ഇപ്പോഴും ഉള്ളിൽ ഉണ്ട് എന്ന് ഓർക്കുക. അതിൽ മറ്റ് പ്രതികളുടെ കാര്യം നിൽക്കട്ടെ, 1-ാം പ്രതിയെ മാത്രം എടുക്കുകയാണെങ്കിൽ A പീതാംബരൻ, അദ്ദേഹം പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമാണല്ലോ. പാർട്ടിക്ക് അങ്ങനെ കൈയൊഴിയാൻ കഴിയുമോ? തീർച്ചയായും ആ പാർട്ടിക്ക് ഈ സംഭവത്തെ പൂർണ്ണമായും കൈയൊഴിയാൻ ഒരിക്കലും സാധിക്കില്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ കേസിലെ പ്രധാന പ്രതികൾ, അതായത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ CPM-ന്റെ നേതാക്കളാണ്, അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകരാണ്, പല ചുമതലകൾ വഹിച്ചിരുന്ന ആളുകളാണ്. കൂടാതെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തി അവരെ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയതാകട്ടെ CPM-ന്റെ മുൻ MLA, അതായത് ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും മുൻ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയ മണികണ്ഠൻ അടക്കമുള്ള ആളുകളെയാണ്. ഇത്തരത്തിൽ ഈ CPM-ന് ഒരു തരത്തിലും കൈയൊഴിയാൻ സാധിക്കാത്ത ഒരു കേസ് തന്നെയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ്. ആ കേസിൽ തുടക്കം തൊട്ട് ഈ പ്രതികളെ ഈ സംഭവം ഞങ്ങൾ ചെയ്തതല്ല എന്ന് തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന അതേ CPM ഇപ്പോൾ ആ പ്രതികളെ ഒപ്പം ചേർത്തുകൊണ്ട് അവരെ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വീരപരിവേഷം നൽകിക്കൊണ്ട് അവരെ സ്വീകരിച്ച് ആനയിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ CPM ഇത്ര നാളും എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായും നുണയാണ്, അല്ലെങ്കിൽ കള്ളമാണ് എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. വലിയ സ്വീകരണം നൽകി ഈ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ സ്വീകരിച്ച് ആനയിച്ച് ഈ കാസർഗോഡ് ജില്ലയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് കണ്ടത്. അനു, എന്തായാലും ശിക്ഷിക്കപ്പെട്ടതിൽ മിക്കവരും CPM നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരാണ് എന്നുള്ള വസ്തുത കൂടി ഉണ്ട്. അത് CPM നേതൃത്വം മറച്ചു വെച്ചിട്ടാണല്ലോ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്.